ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇങ്ങനെ ജഗത്തായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ പാകത്തിന് വികസിച്ച് കാണുന്നു. അതുകൊണ്ട് അതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു. അതിനെ ഒരു വാക്കുകൊണ്ട് നമുക്ക് നിർദ്ദേശിക്കാനാവില്ല. അതിനെ നേരിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും ആവില്ല. അങ്ങനെ വാക്കുകൾക്ക് അപ്പുറം കുടികൊള്ളുന്ന, മനസ്സിനപ്പുറം കുടികൊള്ളുന്ന, ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ജഗത്തിന്റെ പരമകാരണം, അതാണ് ആ പരമാത്മാവ്, പരബ്രഹ്മം എന്നറിഞ്ഞുകൊള്ളൂ. അതിൽ ഈ ലോകമുണ്ടാകുന്നു, അതിൽ ഈ ലോകം നിലനിൽക്കുന്നു, അതില് ഈ ലോകം ലയിക്കുന്നു. അതിൽ നിന്ന് ലോകമുണ്ടാകുന്ന ആ രഹസ്യം ഭഗവാൻ നേരത്തെയുള്ള ആ 7-ാം അധ്യായത്തിൽ പറഞ്ഞു. തൻ്റെ ആ പ്രപഞ്ച സൃഷ്ടിക്കുള്ളതായിട്ടുള്ള ആ ഘടകങ്ങളെക്കുറിച്ച് ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടഥ. എൻ്റെ 8 പ്രകൃതികൾ, അത് ഈ ലൗകിക പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് വേണ്ടിയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. അത് പല പ്രകാരത്തിൽ കൂടിക്കലർന്നാണ് ഈ ലൗകിക പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഭൂമി, ജലം, ഇങ്ങനെയുള്ള ആ പഞ്ചഭൂതങ്ങൾ, പിന്നെയോ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ഖം കഴിഞ്ഞാലോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സുകൊണ്ട് അഹങ്കാര തത്വത്തെ അറിയണം, ബുദ്ധി കൊണ്ട് മഹത്തത്വത്തെ അറിയണം, അഹങ്കാരം എന്നുള്ളതായ പദാർത്ഥം കൊണ്ട് ഇതിനെല്ലാം കാരണമായിരിക്കുന്ന മൂലപ്രകൃതിയെ അറിയണം. ഇതാണ് എൻ്റെ 8 ലൗകിക പ്രകൃതികൾ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു പ്രകൃതിയുണ്ട്, അതാണ് ജീവൻ. ഇതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന പരമാത്മാവ്, അതാണ് ജീവൻ. അങ്ങനെ അലൗകികമായിരിക്കുന്ന പ്രകൃതി. അങ്ങനെ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ നമ്മുടെ മുന്നിൽ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാൻ എളുപ്പത്തിൽ പറഞ്ഞു വെച്ചു. അവയുടെ പല കൂടിക്കലരുകൾ കൊണ്ട് ഇതെല്ലാം ഉണ്ടായി. അതെല്ലാം ഈ അപരപ്രകൃതി എന്ന് പറഞ്ഞ് ഭൂമിരാപോ അനലോ വായു എന്നെല്ലാം പറഞ്ഞ ആ 8 നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് ഉണ്മയില്ല. അത് പരമാത്മാവിൻ്റെ തന്നെ ഇച്ഛയാൽ പരമാത്മ ശക്തി സ്പന്ദിച്ച് ഉണ്ടായി കാണപ്പെടുന്ന മായാകാര്യങ്ങളാണ്. അതുകൊണ്ട് നിരന്തരം അത് മാറിക്കൊണ്ടിരിക്കുന്നു. പരമാത്മാവിനാകട്ടെ യാതൊരു മാറ്റവുമില്ല. ഇതെല്ലാം ക്ഷരമാണ്, മാറുന്നതാണ്, അതുകൊണ്ട് നശ്വരമാണ്. പരമാത്മാവ് അക്ഷരമാണ്, നശിക്കാത്തതാണ്. അത് എന്നുമുള്ളതാണ്, കാലാതീതമായി ദേശാതീതമായിട്ട് യാതൊരു മാറ്റവുമില്ലാതെ ഉള്ളതാണ്. ഉള്ളത് എന്നുള്ള വാക്ക് പോലും യഥാർത്ഥത്തിൽ അതിന് ചേരില്ല. ഉള്ളത് എന്നൊരു വാക്ക് പറയണമെങ്കിലോ, ആ ബ്രഹ്മം എന്നും ഉള്ളതാണെന്ന് പറയണമെങ്കിലോ, ഉള്ളതെന്ന് പറയണമെങ്കിൽ ഇല്ലായ്മ എന്നൊരു സങ്കല്പം അതുമായി ബന്ധപ്പെട്ട് വേണം. ഇല്ലാത്തതല്ലാത്തത്, അതാണ് ഉള്ളത്. ഇല്ലായ്മ എന്നൊരവസ്ഥ അതിനില്ല. അതൊക്കെ ഈ പ്രപഞ്ച പദാർത്ഥങ്ങൾക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉള്ളത് എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. എന്നാൽ അവിടെ ഇല്ലായ്മ എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് എന്നുള്ള ആ വാക്കിന് പോലും പ്രസക്തിയില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള പദാർത്ഥങ്ങളുടെയും ഇല്ലാത്ത പദാർത്ഥങ്ങളിലേക്ക് നടുവിൽ അതുമായി പരിചയിച്ചു കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ അത്തരം വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ അതാണ് ഉള്ള വസ്തു, മാറ്റമില്ലാത്ത വസ്തു.
അതുകൊണ്ട് അത് അക്ഷരമാണ്, യാതൊരു വിനാശവുമില്ലാത്തതാണ്. ഇനി അതില് ഈ ജീവന്മാര് സ്പന്ദിച്ചുയരുന്നു, സമസ്ത ജീവരാശിയും സ്പന്ദിച്ചുയരുന്നു. അതിനെയാണ് സ്വഭാവം എന്ന് പറഞ്ഞത്. എങ്ങനെയാണോ വെള്ളത്തില് കുമിളകള് സ്പന്ദിച്ചുയരുന്നത്, അതേ പ്രകാരത്തിൽ ഈ ജീവന്മാര് സ്പന്ദിച്ചുയരുന്നു. ജീവന്മാരില് രണ്ട് ഘടകങ്ങളുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് പ്രകൃതി തത്വം, വേറൊന്ന് പരമാത്മതത്വം അഥവാ പുരുഷതത്വം. ആ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായിട്ട് സങ്കല്പിച്ചപ്പോഴേക്കും പ്രകൃതി, പരമാത്മാവിന്റെ തന്നെ അഭിന്നമായിരിക്കുന്ന ശക്തി സ്പന്ദിക്കാൻ തുടങ്ങി. ആ പ്രകൃതിയിൽ പ്രതിബിംബിച്ചു നിൽക്കുന്ന പരമാത്മാവാണ് ജീവൻ. അങ്ങനെ വരുമ്പോൾ ജീവനില്, ജീവതത്വത്തില് രണ്ട് ഘടകങ്ങളുണ്ട്, പ്രകൃതിയും പരമാത്മാവും. ഇത് രണ്ടും കൂടി ചേർന്നതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും അങ്ങനെ തന്നെയാണ്, പ്രകൃതിയും പരമാത്മാവും. പരമാത്മാവിനെ കൂടാതെ കണ്ട് ഈ പ്രകൃതി പദാർത്ഥങ്ങൾ യാതൊന്നും തന്നെ ഇല്ല. അത് പിന്നെ അനേകം ഘട്ടങ്ങളിലൂടി കടന്ന് ഈ സ്ഥൂല പ്രപഞ്ചമായി വിരാട്ടായിട്ട് വികസിക്കുന്നു. പരമാത്മാവിൽ നിന്നിട്ട് സ്പന്ദിച്ചുയരുന്ന മൂലപ്രകൃതി, ആ മൂലപ്രകൃതിയിൽ നിന്നിട്ട് പരമാത്മ പ്രേരണയാൽ, മൂലപ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ്, പരമാത്മ പ്രേരണയാൽ മൂലപ്രകൃതിയിൽ നിന്നിട്ട് മഹത്തത്വം സ്പന്ദിച്ചുയരുന്നു. അതിൽ നിന്നിട്ട് അഹങ്കാരതത്വം സ്പന്ദിച്ച് ഉയരുന്നു. അതിൽ നിന്നിട്ട് ശബ്ദതത്വം, അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്ന് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം. ഇങ്ങനെ ശബ്ദ തന്മാത്രകൾ ഉണ്ടാകും, ശബ്ദ സ്പർശ രൂപരസ ഗന്ധ തന്മാത്രകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അപഞ്ചീകൃത പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഈ മൂലപ്രകൃതിക്ക് സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളുള്ളതുകൊണ്ട് ഈ 5 തത്വങ്ങൾക്കും ഈ പറഞ്ഞ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകും. താമസ തന്മാത്രകളും രാജസ തന്മാത്രകളും അതേപോലെ സാത്വിക തന്മാത്രകളും ഉണ്ട്. ആ സാത്വിക തന്മാത്രകളിൽ നിന്നിട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നുള്ള മനോമയം ആയ ഭാഗം ഉണ്ടാകുന്നു, മനസ്സുണ്ടാകുന്നു. അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ രാജസ തന്മാത്രകളിൽ നിന്നിട്ട് കർമ്മേന്ദ്രിയങ്ങളും അതേപോലെ തന്നെ പ്രാണങ്ങളും ഉണ്ടാകുന്നു. താമസ തന്മാത്രകൾ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ഒന്ന് ആവരണമായിട്ട് നിൽക്കുന്നു, വേറൊരു ഭാഗം പഞ്ചീകരണം എന്നുള്ള പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ സ്ഥൂല സൂക്ഷ്മ കാരണ ജഗത്തുകൾ ആ പരമാത്മാവിനെ അവലംബിച്ചുണ്ടാകുന്നു. ഇതിലെല്ലാം പരമാത്മാവ് പ്രതിബിംബിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ പദാർത്ഥങ്ങളെല്ലാം ഉള്ളത്. പരമാത്മാവിനെ കൂടാതെ കണ്ട് ഇതൊന്നുമില്ല. ഈ ജഗത്ത് പരമാത്മമയമാണ്. പക്ഷേ താമസ ഗുണം, താമസ തന്മാത്രകൾ നമ്മുടെ മനസ്സിനെ ഉള്ള ജ്ഞാനത്തെ മറച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഈ കാണായ ജഗത്തിനെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, മണത്തറിയുന്നു, രുചിച്ചറിയുന്നു, തൊട്ടറിയുന്നു. പക്ഷെ ഇത് മുഴുവൻ പരമാത്മമയമാണ് എന്നറിയുന്നില്ല. അത് മുഴുവൻ ജ്ഞാനം മറയ്ക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ആ ജ്ഞാനത്തെ മറയ്ക്കുന്ന അജ്ഞാനത്തെ ദൂരീകരിക്കുക, അതാണ് എല്ലാ യോഗ പദ്ധതികളുടെയും കർമ്മകാണ്ഡം. യോഗ പദ്ധതികളെല്ലാം ചെയ്യുന്നതാണ്. ജ്ഞാനത്തെ ദൂരീകരിക്കുന്നു, ജ്ഞാനത്തെ ആ മറവിൽ നിന്നിട്ട് തെളിച്ച് എടുക്കുന്നു. ഇങ്ങനെ എല്ലാ ജീവന്മാരിലും 2 തത്വങ്ങളുണ്ട്. ഈ പ്രകൃതി തത്വവും അതിൽ ഏറ്റവും സൂക്ഷ്മമായ ശബ്ദതത്വം എന്ന് തന്നെ പറയാം, പിന്നെ പരമാത്മതത്വം, അതാണ് സ്വഭാവം. ഇനിയോ ഈ ജഗത്തിന്റെ ഉൽപ്പത്തി ക്രമം നേരത്തെ പറഞ്ഞല്ലോ, അതിങ്ങനെ ഉണ്ടായി വരുന്നതും അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും, ആ പ്രവൃത്തിയില് എന്തെല്ലാം കർമ്മകോലാഹലങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും അതതിൻ്റെതായ ക്രമമനുസരിച്ചിട്ട് തിരിച്ച് പോയി ലയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കർമ്മ കോലാഹലങ്ങളാണ്. ഈ കർമ്മം മുഴുവൻ വികസിച്ചു വരുന്നതും ഈ പരമാത്മാവിൽ നിന്നാണ് എന്നറിയണം. ഇങ്ങനെ പരമാത്മാവിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ ഭാവങ്ങൾ,
പരമാത്മഭാവങ്ങൾ ഒന്നൊന്നായിട്ട് ഭഗവാൻ വിശദീകരിച്ച് നമ്മെ കേൾപ്പിക്കുന്നു. എന്താണ് അധ്യാത്മം, അതേപോലെ തന്നെ കർമ്മം, ഇനിയോ അധിഭൂതം ക്ഷരോഭാവഃ പുരുഷശ്ചാധിദൈവതം. ക്ഷരഭാവങ്ങൾ, നിരന്തര മാറ്റത്തിന് വിധേയമായിരിക്കുന്ന ഭാവങ്ങൾ, പ്രപഞ്ച വസ്തുക്കൾ എന്ന് എളുപ്പത്തിൽ പറയാം. ഇതെല്ലാം അധിഭൂതമാണ്. അത് ഭഗവാന്റെ വേറൊരു ഭാവമാണ്. അതില് പരമാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നും നാം അറിഞ്ഞുകൊള്ളണം. നിരന്തര മാറ്റത്തിന് വിധേയമായ ഭാവം, അതിനാണ് ഭഗവാൻ അധിഭൂതം എന്ന് പറഞ്ഞത്, പരമാത്മാവിന്റെ വേറൊരു ഭാവം. ഇനിയോ പുരുഷൻ, അത് അധിദൈവതം എന്നുള്ള ഭാവമാണ്. പുരുഷശ്ചാധിദൈവതം എന്താ? നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളില് പരമാത്മ പ്രതിബിംബമാകുന്ന ജീവനെ ഉണ്ടാക്കി കാണിക്കുന്ന, സ്വഭാവത്തെ ഉണ്ടാക്കി കാണിക്കുന്ന, പ്രതിബിംബിച്ച് കാണിക്കുന്ന പരമാത്മസ്വരൂപം, പരമാത്മാവിന്റെ അംശം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പരമാത്മാവിന്റെ അംശം, അതാണ് പുരുഷൻ. പുരുഷൻ എന്ന് ഭഗവാൻ പറഞ്ഞ അതിനെയാണ്. അത് ഭഗവാന്റെ വേറൊരു ഭാവം, പുരുഷൻ എന്നുള്ള ഭാവം. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അത് പരമാത്മാവിന്റെ ഒരു അംശം എന്ന എളുപ്പത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഭാഷാ സൗകര്യത്തിന് പറയാം. പരമാത്മാവിന് അംശങ്ങളൊന്നുമില്ല, അത് പൂർണ്ണമാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വേണ്ടി വരുന്നു. അങ്ങനെ പരമാത്മാവിന്റെ ഒരു അംശം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന അംശം, അതിന്റെ പ്രതിബിംബമാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതായ ആ ജീവൻ സ്വഭാവം. അങ്ങനെ ആ സ്വഭാവം എന്നുള്ള ആ ജീവ പ്രതിബിംബത്തെ ഉണ്ടാക്കി കാണിക്കുന്ന പരമാത്മാംശം, അതാണ് പുരുഷൻ.